أعوذ بالله من الشيطان الرجيم وقال الذين كفروا للذين آمنوا اتبعوا سبيلنا ولنحمل خطاياكم وما هم بحاملين من خطاياهم من شيء إنهم لكاذبون وليحملن أثقالهم وأثقالا مع أثقالهم وليسألن يوم القيامة عما كانوا يفترون. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സർവ്വലോക രക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിച്ചേരുന്ന ആളുകൾ പല രൂപത്തിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വേർതിരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ കോടതിയിൽ എത്തിച്ചേരുന്ന എല്ലാ ആളുകളും ഒരേ വിശ്വാസക്കാരോ ഒരേ ഈമാൻ ഉള്ളവരോ അല്ല. മറിച്ച് പരലോകത്തെ നിഷേധിച്ച ആളുകൾ അവിടെ വരുന്നുണ്ട്. അല്ലാഹുവിൽ വിശ്വസിക്കുകയും എന്നാൽ ഇസ്ലാമിന്റെ ആദർശങ്ങളും ആശയങ്ങളുമായി ബന്ധമില്ലാതെ ജീവിച്ച ആളുകളും അവിടെ വരുന്നുണ്ട്. പല നിലക്കുള്ള തെറ്റിദ്ധാരണകളും തെറ്റായ വിശ്വാസങ്ങളും സ്വീകരിച്ചുകൊണ്ട് വഴിപഴച്ചു പോയ ആളുകൾ അവിടെ വരുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തരെയും പ്രത്യേകമായി അവർക്ക് എന്തെല്ലാം സംഭവിക്കാനിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്ത് നമുക്കറിയാം, വിശ്വാസമില്ലാതെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. പരലോക വിശ്വാസമോ മരണാനന്തര ജീവിത വിശ്വാസമോ അവിടെ രക്ഷാശിക്ഷകളെക്കുറിച്ചുള്ള വിശ്വാസങ്ങളോ ഇല്ലാതെ ഒട്ടനവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ശിർക്ക് ചെയ്യുകയും ആ ശിർക്കിനോടൊപ്പം മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയും കാണുവാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ പരലോകത്ത് വരുന്ന ആളുകളുടെ പരിണിത ഫലം എന്താണ് എന്ന്, അവരുടെ അഞ്ചാം പര്യവസാനം എന്താണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ പല മേഖലകൾ പറഞ്ഞുകൊണ്ട്. അതിൽ ഒന്ന്, യഥാർത്ഥമായ ഈമാൻ ഇല്ലാതെ പരലോകത്ത് വരുന്ന ആളുകൾ, അവൻ എത്ര തന്നെ സൽക്കർമ്മം ചെയ്തവനായാലും, അവൻ എത്ര തന്നെ നല്ല സ്വഭാവക്കാരനായാലും, ആ സൽക്കർമ്മങ്ങളോ അവന്റെ സൽസ്വഭാവങ്ങളോ അവന്റെ സംസ്കാര സ്വഭാവങ്ങളോ ഒന്നും പരലോകത്ത് ഗുണം ചെയ്യുന്നതല്ല. ഇതുപോലെ അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ അല്ലാഹുവിനോടൊപ്പം മറ്റുള്ള ആളുകളെ പങ്കുചേർത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ പരലോകത്ത് സ്വീകാര്യമല്ലാത്തതുപോലെ രണ്ടുപേരുടെ സമമാണ്. അല്ലാഹു തആല പഠിപ്പിച്ചു സൂറത്ത് ഇബ്രാഹിം 18-ാമത്തെ വചനത്തിലൂടെ, മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും കറമാദിൻ ഇസ്തബ്ദത് ബിഹി الدين في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد. അല്ലാഹുവിൽ കുഫർ ചെയ്ത ഈമാനില്ലാത്ത ആളുകൾ, അവർ ചെയ്ത ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. മുസ്ലിംകളല്ലാത്ത നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിംകളായ ആളുകൾ, ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ യഥാർത്ഥമായ ആ ഒരു ഇലാഹിനുള്ള വിശ്വാസമോ ആ വിശ്വാസത്തെ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതക്രമങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പരലോകത്ത് ഗുണപ്രദമല്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അത് കൂട്ടിവെച്ച വെണ്ണീർ പോലെയാണ്. ഒരുപാടുണ്ട് കാണാൻ, പക്ഷേ ഒരു കാറ്റടിച്ച് വീശിയാൽ ആ വെണ്ണീരെല്ലാം പാറി പറന്നു പോകുന്നത് പോലെ അവൻ ചെയ്ത കർമ്മങ്ങൾ നാളെ പരലോകത്ത് ചൊല്ലുമ്പോൾ അത് ഒന്നുമല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് അൽ കഹ്ഫിന്റെ 103 മുതൽ 106 വരെയുള്ള വചനങ്ങളിലൂടെ പഠിപ്പിച്ചു. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കൂ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ട് നഷ്ടത്തിൽ പെട്ടുപോയ ആളുകൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ. അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ,
ഈ ലോകത്തുള്ള അവരുടെ എല്ലാ അധ്വാനങ്ങളും കർമ്മങ്ങളും നിഷ്ഫലമായി പോയി, നഷ്ടപ്പെട്ടു പോയി. അവരൊക്കെ കരുതി വെച്ചത് ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് എന്നാണ്. പക്ഷേ ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. അവർ അല്ലാഹുവിൽ നിഷേധിച്ചവരാണ്, അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടുന്നതിന് നിഷേധിച്ചവരാണ്, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് ഫഹബിതത് അഅമാലുഹും, അവരുടെ കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടുപോയി. ഇത് കാഫിറുകളെ കുറിച്ച് പറഞ്ഞതാ. അതേ സ്ഥാനത്ത് മുഅ്മിനീങ്ങളായ ആളുകൾ തന്നെ, ഈമാനുള്ള ആളുകൾ തന്നെ, ഈമാനും വിശ്വാസവും ഉള്ളതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മറ്റുള്ള ആളുകളെ പങ്കുചേർക്കുകയും അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടതിന് പകരം മറ്റു പല സൃഷ്ടികളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും അല്ലാഹുവിന്റെ പേരിൽ നേർച്ചകൾ നേടേണ്ടതിന് പകരം ആ സൃഷ്ടികളുടെ പേരിൽ നേർച്ചകൾ നേടുകയും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടതിന് പകരം ആ സൃഷ്ടികളിൽ തവക്കുൽ ചെയ്യുകയും ചെയ്ത് ജീവിച്ച ആളുകളുണ്ട്. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താ? ലൈൻ പ്രവാചകരെ, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങൾ തകർന്ന് തരിപ്പണമായി പോകും, പരലോകത്ത് ഗുണമില്ല എന്നർത്ഥം. സൂറത്ത് അൻആമിലൂടെ 18 നബിമാരുടെ പേരെണ്ണി പറഞ്ഞു. എന്നിട്ടല്ല പറയാൻ, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. അതുകൊണ്ട് സഹോദരന്മാരെ, ചെയ്യുന്ന കർമ്മങ്ങൾ പരലോകത്ത് ഗുണമില്ലാത്ത രൂപത്തിലേക്ക് എത്താൻ ഒരിക്കലും നമ്മൾ ഹേതുവായി കാരണമായി മാറരുത്. ഒന്ന് ഈമാൻ ഊട്ടിയുറപ്പിക്കണം, മറ്റൊന്ന് ആ ഈമാനിനെ തകർത്തു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനങ്ങൾ പിന്നെ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. ഈ ആയത്തുണ്ടല്ലോ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഹ്സനിന അഅമാല, സൂറത്തുൽ കഹ്ഫിൽ ഞാൻ ഓതി വെച്ച ആയത്ത്, കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടം സംഭവിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ആയത്ത്. അത് അവതരിച്ചതിനു ശേഷം മഹാനായ മുസ്അബ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവായ സഅദ് ബിൻ അബി വഖാസിനോട് ചോദിച്ചു, ആരാണ് ഈ അഖ്സരീന അമാല? അദ്ദേഹം താബിഈയാണ്. തന്റെ സ്വഹാബിയായ പിതാവിനോട് ചോദിക്കുകയാണ്, ആരാണ് കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടത്തിൽപ്പെട്ടു പോയ ആളുകൾ? അദ്ദേഹത്തിന്റെ മറുപടി ഫഖാല ഹുമുൽ യഹൂദു വൻ നസ്വാറ, അവർ യഹൂദികളും നസ്വാറാക്കളുമാണ്. എന്തേ കാരണം? അമ്മൽ യഹൂദു ഫകദ്ദബു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യഹൂദികൾ മുഹമ്മദ് നബിയെ കളവാക്കി. വഅമ്മൻ നസ്വാറ, നസ്വാറാക്കളോ കഫറു ബിൽ ജന്ന, അവർ സ്വർഗ്ഗത്തെ നിഷേധിച്ചു. വഖാലു, അവർ പറഞ്ഞു, ലാ തുആമ ഫീഹാ വലാ ശറാബ്, അങ്ങനെ സ്വർഗ്ഗത്തിൽ ഒരു രക്ഷ നൽകുന്ന, അവിടെ ഭക്ഷണമോ പാനീയമോ നൽകുന്ന അങ്ങനെ ഒരു ലോകമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിച്ച ആളുകളാണ് യഹൂദികളും നസ്വാറാക്കളും. അതുകൊണ്ട് അവർ ബിൽ അഖ്സരീന അഅമാല, കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആളുകളാകുന്നു. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദിവസം പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, യാ റസൂലല്ലാഹ്, ഇബ്നു ജദ്ആൻ കാന ഫിൽ ജാഹിലിയ്യത്തി യസ്ലുർ റഹം. ഇബ്നു ജദ്ആൻ എന്ന് പറയുന്നയാള് ജാഹിലിയ കാലഘട്ടത്തിൽ കുടുംബബന്ധം ചേർക്കലും വയുത്ഇമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കലും അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നല്ലോ. നമ്മളും ചിലപ്പോൾ പറയാറുണ്ട്, അങ്ങനെ ഒരു യഥാർത്ഥമായ ഒരു ഈമാനി എന്നോ അല്ലെങ്കിൽ പരലോക ലക്ഷ്യമെന്നോ ഒന്നുമുള്ള ആ ഒരു ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, നല്ലവരായി ജീവിക്കണം എന്നേ അർത്ഥമുള്ളൂ എന്നൊക്കെ സ്വന്തം യുക്തി അനുസരിച്ചുകൊണ്ട് സംസാരിക്കുന്ന യുക്തിവാദികളെ ആധുനിക കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുക, റസൂലേ, ഇബ്നു ജദ്ആൻ ജാഹിലിയ കാലഘട്ടത്തിൽ കുടുംബബന്ധം പുലർത്തിയിരുന്നു, ഭക്ഷണം കൊടുത്തിരുന്നു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നു. ഫഹൽ ദാക നാഫിഉഹു, അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുമോ? പരലോകത്ത് പ്രതിഫലമുണ്ടോ? ഖാല, പ്രവാചകന്റെ മറുപടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യൻഫഉഹു, അത് ഉപകാരപ്പെടില്ല. കാരണം എന്താ? ഇന്നഹു ലം യഖുൽ യൗമൻ, ഒരിക്കൽ പോലും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല, എന്ത്? റബ്ബിഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, അല്ലാഹുവേ, എന്റെ പാപങ്ങൾ ഖിയാമത്ത് നാളിലേക്ക് എത്തുമ്പോഴേക്കിനും എനിക്ക് നീ പുറത്തു തരണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. എന്താ അതിൽ പറയുന്നത്? അല്ലാഹുവിനുള്ള ശരിയായ ഈമാൻ ആ വ്യക്തിക്കുണ്ടായിരുന്നില്ല. രണ്ടാമത്തേതോ, പരലോകത്ത് പ്രതിഫല നാളിന്റെ ദിവസമാണ്, ആ ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ നിഷ്ഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുത്തു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇത് പരലോകത്തെത്തുന്ന കാഫിറുകളുടെ അവസ്ഥയാണ്, ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയാണ്. അതേപോലെ തന്നെ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്.
അതിന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആമുഖമായി തന്നെ സൂചിപ്പിക്കുകയാണ്. കാരണം പലപ്പോഴും ഉണ്ടല്ലോ ചില ആളുകളുടെ സംസാരങ്ങളിലൂടെ, ചില ആളുകളുടെ പ്രയോഗങ്ങളിലൂടെ നമുക്കൊക്കെ തോന്നാറുണ്ട്, ഞാൻ ഇനി എന്ത് തെറ്റ് ചെയ്താലും ഇവിടെ കുഴപ്പമില്ല, അങ്ങനെ തെറ്റ് ചെയ്ത് ഞാൻ ജീവിച്ചാലും എന്നെയൊക്കെ സഹായിക്കാനും രക്ഷിക്കാനും അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാകും എന്ന നിലക്ക് ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള ശഫാഅത്തിന്റെ വിശ്വാസമായി നടക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. എന്നെ ശുപാർശ ചെയ്യാനും രക്ഷപ്പെടുത്താനും സഹായിക്കാനൊക്കെ ആളുകളുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഒന്ന്. അതേപോലെ ചില ആളുകളൊക്കെ ശിർക്ക് വിശ്വാസത്തിലേക്കും വിദേഹത്തിലേക്കുമൊക്കെ ക്ഷണിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, സഹോദര, ആ ക്ഷണിക്കുന്ന മനുഷ്യൻ എത്ര നല്ലവനാണെങ്കിലും, അദ്ദേഹം എത്ര ഉയർന്ന വിവരമുള്ള ആളാണെങ്കിലും, അദ്ദേഹം ഇപ്പൊ പറഞ്ഞ വാക്ക് ഖുർആനിനെതിരാണ്, അത് ഹദീസിനെതിരാണ്, അത് ശിർക്കും ബിദഅത്തുമാണ്, ആ വിശ്വാസത്തിലേക്ക് നീ പോകല്ലേ എന്ന് പറയുമ്പോ ചില ആളുകൾ പറയാറുണ്ട്, അദ്ദേഹം പണ്ഡിതനല്ലേ, അദ്ദേഹം നമ്മളെ വഞ്ചിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ശിർക്കിനെ ന്യായീകരിക്കുന്ന, ആ ശിർക്ക് ചെയ്യാൻ സഹായിക്കുന്ന, ആ ബിദഅത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകളിലൂടെ മറ്റൊരു വിഭാഗം ആളുകൾ ഈ ലോകത്ത് പിഴച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പിഴപ്പിച്ചവർ ആരോ അവരാരും നാളെ പരലോകത്ത് ആ പിഴവിനെ ഏറ്റെടുക്കാൻ ഉണ്ടാവുകയില്ല. ഞാൻ തുറന്നൊരു കാര്യം പറയാലോ, മുഹദ്ദിമാലയിൽ വരുന്ന ഒരു വരിയാണ്, എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്കും ഞാൻ കാവൽ എന്നോവർ. എന്ന് പറഞ്ഞാൽ എന്റെ ത്വരീഖത്തിൽ ചേർന്നാൽ അവൻ ഒരാളും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അവനെ ഖബറിലും പരലോകത്തും എല്ലാ സന്ദർഭങ്ങളിലും രക്ഷിക്കാൻ ഞാൻ കൂടെയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ത്വരീഖത്തിന്റെ വഴികളിലേക്ക് ആളെ ചേർക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും നാട്ടില്. അങ്ങനെ ഒരു ത്വരീഖത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, മുഹദ്ദിസ് ശൈഖും പഠിപ്പിച്ചിട്ടില്ല. അവിടെ വസ്തുത എന്താണ്? യഥാർത്ഥമായ ആരാധനയിൽ നിന്നും ശരിയായ റൂട്ടിൽ നിന്നും തെറ്റിച്ചുകൊണ്ട് ഖാലിഖായ അല്ലാഹുവുമായുള്ള മനുഷ്യന്റെ ബന്ധം വേർപിരിച്ചുകൊണ്ട് മഖ്ലൂക്കുകളുമായുള്ള ബന്ധങ്ങളും ആ നിലക്കുള്ള പ്രാർത്ഥനാ മേഖലകളും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം ശിർക്കിന്റെയും അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത പുതിയ രീതികളിലുള്ള വിശ്വാസത്തിന്റെയും മേഖലകളിലേക്ക് ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ആരും സഹായിക്കാറുണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആൻ ഈ സന്ദർഭങ്ങൾ ഓരോന്നോരോന്നായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന് നോക്കൂ, നിങ്ങൾ സൂറത്ത് അശ്ശുആറയിലെ 91 മുതൽ 99 വരെയുള്ള വചനങ്ങൾ. ശിർക്ക് ചെയ്ത ആളുകളും ശിർക്ക് ചെയ്യിപ്പിച്ച ആളുകളും തെറ്റിപ്പിച്ച ആളുകളും തെറ്റിപ്പിക്കപ്പെട്ട ആളുകളും രണ്ടു കൂട്ടരും നരകത്തിലുണ്ടാകും. അല്ലാഹു പറയാണ്, വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ, ധിക്കാരം ചെയ്ത ആളുകൾക്ക് നാം നരകം വെളിവാക്കി കൊടുക്കും. വഖീല ലഹും ഐനമാ കുൻതും തഅബുദൂൻ, അവരോട് ചോദിക്കും നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിച്ചിരുന്നവരൊക്കെ എവിടെ പോയി? മിൻ ദൂനില്ലാഹി ഹൽ യൻസുറൂനകും ഔ യൻതസുറൂൻ, അവർക്ക് നിങ്ങളെ സഹായിക്കാൻ സാധ്യമാണോ? നിങ്ങൾക്ക് സ്വയം സഹായിക്കുവാൻ തന്നെ സാധ്യമാണോ? അവർക്ക് അവരെ തന്നെ സഹായിക്കാൻ സാധ്യമാണോ? ഇതൊക്കെ അല്ലാഹു തആല ചോദിക്കുക. എന്നിട്ട് പറയുന്നു, ഫകുബ്കിബു ഫീഹാ ഹും വൽ ഗാവൂൻ, അവരെയും ഈ ധിക്കാരം പ്രവർത്തിച്ച ആളുകളെയും മുഖം കുത്തി അല്ലാഹു തആല നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും. വജുനൂദു ഇബ്ലീസ് അജ്മഊൻ, ഇബ്ലീസിന്റെ അനുയായികളൊക്കെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. അപ്പൊ അവിടെ ശിർക്ക് ചെയ്തവരുണ്ട്, ശിർക്കിലേക്ക് ക്ഷണിച്ച ആളുകളുണ്ട്, എല്ലാവരുമുണ്ട്. വഖാലൂ വഹും ഫീഹാ യഖ്തസിമൂൻ, ആ നരകത്തിൽ കിടന്നുകൊണ്ട് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. പരലോകത്തെ തർക്കം ഈ നരകത്തിൽ മാത്രമല്ല തർക്കമുള്ളത്, അതിന് മുമ്പിൽ തർക്കം ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. നരകത്തിൽ നടക്കുന്ന ഒരു തർക്കമാണ്. അല്ലാഹു പറയുന്നു, വഹും ഫീഹാ യഖ്തസിമൂൻ, അവർ തർക്കിച്ചുകൊണ്ട് അവർ പറയും, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. ആരാ പറഞ്ഞത്? ഇപ്പൊ ഞങ്ങൾ വ്യക്തമായ ശരിയായ റൂട്ടിലാകുന്നു എന്ന് പറഞ്ഞ് ശിർക്ക് ചെയ്യുകയും ഒപ്പം ശരിയായ വഴിയിലാകുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകളാണ് നരകത്തിൽ കിടന്ന് എന്ത് പറയുന്നത്? ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. റബ്ബുൽ ആലമീൻ, ഞങ്ങൾ നിങ്ങളെ റബ്ബുൽ ആലമീൻ സമന്മാരാക്കി നിശ്ചയിച്ചു. വമാ അലല്ലനാ ഇല്ലൽ മുജ്രിമൂൻ, ഞങ്ങളെ വഴിപഠിപ്പിച്ചത് കുറ്റവാളികളാകുന്നു എന്നിങ്ങനെ അവർ ദുനിയാവിൽ ചെയ്ത ശിർക്കിനെ ഇപ്പോൾ ഒഴിവാക്കി അത് മറ്റുള്ളവരുടെ പേരിൽ പഴിചാരിക്കൊണ്ട് സംസാരിക്കുന്ന ഒരവസ്ഥ നാളെ നരകത്തിലുണ്ടാകുമെന്ന് എന്തിനാ അള്ളാഹ് ഇപ്പൊ അറിയിക്കുന്നത്? മനുഷ്യ, നീ ഇല്ലാത്ത കാരണങ്ങളും ഇല്ലാത്ത ന്യായീകരണങ്ങളും പറഞ്ഞ് ശിർക്കിലേക്ക് പോകരുത്, നീ കുഫറിലേക്ക് പോകരുത്, അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസത്തിലേക്കും പോകരുത്. ആളുകൾ ന്യായീകരണങ്ങൾ പറഞ്ഞേക്കാം,
ആ ന്യായീകരണം പറഞ്ഞ ആളുകളെയെല്ലാം നീ നാളെ പരലോകത്ത് തള്ളിപ്പറയുക തന്നെ ചെയ്യും. നോക്കൂ നിങ്ങൾ, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും അനുയായികളും നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ സൂറത്തുൽ മാഇദയിലെ 116, 117 വചനങ്ങൾ, വൈദ് ഖാലല്ലാഹു യാ ഈസ ഇബ്ന മറിയം, അല്ലയോ ഈസ നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല ഈസാ നബിയോട് ചോദിക്കുകയാണ്. എന്താ ചോദ്യം? അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ നിന്നെയും നിന്റെ ഉമ്മയെയും ഇലാഹായി സ്വീകരിച്ചോളൂ എന്ന് നീ പറഞ്ഞിട്ടുണ്ടോ? ഈസാ നബിയെ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടല്ലോ, കന്യാമറിയമേ എന്ന് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ. ആലോചിക്കും, അതിനെയാണ് അള്ള എതിർക്കുന്നത്. അതിനെ അള്ള എതിർക്കുന്നു എങ്കിൽ മണമ്പത്തെ ബീവിയെ വിളിക്കാൻ അള്ള അനുവാദം നൽകുമോ? തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിലെ നഫീസത്ത് ബീവിയെ വിളിക്കാൻ അള്ള അനുവാദം നൽകുമോ? എന്തിനാ അള്ളാഹു തആല ബുദ്ധി തന്നത്? എന്തിനാ പ്രമാണം ഇറക്കിയത്? ആലോചിച്ച് ചിന്തിച്ച് പ്രമാണം പഠിച്ച് പരലോകം നഷ്ടപ്പെട്ടു പോകാതെ അവിടെ സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയിട്ട് ഈസാ നബിയോട് ചോദിക്കുക, നീ പറഞ്ഞിട്ടുണ്ടോ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ? നീ പറഞ്ഞിട്ടുണ്ടോ നിന്റെ ഉമ്മയെ വിളിക്കാൻ? അദ്ദേഹം പറയുന്ന മറുപടി, ഖാല സുബ്ഹാനക റബ്ബേ, നീ എത്രയോ പരിശുദ്ധവാനാണ്. മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലീ ബിഹഖിൻ, എനിക്ക് അർഹതയുള്ളതല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ അർഹതയുള്ളത്? ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റബ്ബേ നീ അറിയും. നീ എന്റെ മനസ്സിലുള്ളത് അറിയുന്നു, ഞാൻ നിന്റെ മനസ്സിലുള്ളത് അറിയുന്നില്ല എന്ന് അദ്ദേഹം പറയാണ്. മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഇല്ലാ മാ അമർതനീ ബിഹി, എന്നോട് നീ കൽപ്പിച്ചതല്ലാതെ. നീ എന്താ കൽപ്പിച്ചത്? അനി അബ്ദുല്ലാഹ റബ്ബി വ റബ്ബകും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഉയർത്തപ്പെട്ട ശേഷം അവർ എന്ത് ചെയ്തു? ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ്, പിന്നെ എനിക്കറിയില്ല, പിന്നെ റഖീബ് നീയാ, പിന്നെ അവരെ നിരീക്ഷിച്ചവൻ നീയാണ് എന്ന് ഈസാ നബി പറയും എന്ന് അല്ലാഹു തആല ഇത്ര വ്യക്തമായി ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിയെ എന്ന് വിളിക്കുന്നവന്റെ അവസ്ഥ തന്നെയല്ലേ? ബദരീങ്ങളെ എന്ന് വിളിക്കുന്നവന്റെ അവസ്ഥ തന്നെയല്ലേ? ഈ നിലക്ക് നമ്മൾ ഒന്ന് ആലോചിക്കും. പരലോകത്തേക്ക് വേണ്ടിയിട്ട് അവനവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ, സ്വർഗമെന്ന് പറയുന്ന സന്തോഷത്തിന് ലോകം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒന്ന് ആത്മാർത്ഥമായി വിലയിരുത്തും. ഈസാ നബി പ്രവാചകനാണല്ലോ, മുഹമ്മദ് നബിയും പ്രവാചകനാണ്, ബദരീങ്ങൾ ഔലിയാക്കന്മാരാണ്. നബിയുടെ കാര്യത്തിൽ ഇതാണ് എങ്കിൽ പിന്നെ ഏത് വലിയനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ അർഹമായിട്ടുള്ളത്? ഇല്ല. അപ്പൊ ഈസാ നബി ഒഴിഞ്ഞു മാറുന്നു എന്നർത്ഥം. ഞാൻ പറഞ്ഞിട്ടില്ല. ഇതേ വർത്തമാനം എല്ലാ ആളുകളും പറയും. നോക്കൂ, വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ൽ 86, 87 വചനങ്ങൾ. വൈദാറ അല്ലദീന അശ്റകൂ ശുറകാഅഹും, ശിർക്ക് ചെയ്ത ആളുകൾ, അവർ ആരെയാണോ ശിർക്ക് ചെയ്തത്, അല്ലാഹുവിൽ ആരെയാണോ പങ്കു ചേർത്തത്, ആ ആളുകളെ കാണുമ്പോൾ പറയും. ഇതൊന്നും ഒരു കിട്ടുകതല്ലോ. അല്ലാഹു തആല വസ്തുനിഷ്ഠമായി പഠിപ്പിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ആരെയാണോ റബ്ബിന് പുറമെ വിളിച്ച് പ്രാർത്ഥിച്ചത്, അവരെ കാണുമ്പോൾ ഈ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ പറയും, ഖാലൂ റബ്ബനാ, അല്ലാഹുവേ, ഹൗലായി ശുറകാഉനല്ലദീന കുന്നാ നദ്ഉ മിൻ ദൂനിക, ദാ ഇവരെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചത്. ഇവര് മോശക്കാരെന്നല്ലോ, ഇവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ? അതല്ലേ ഇവിടുത്തെ ന്യായീകരണം? അവരൊക്കെ ഔലിയാക്കന്മാരാണ്, നമ്മൾ പാപം ചെയ്തവരാണ്, നമുക്ക് നേരിട്ട് റബ്ബിനോട് ചോദിക്കാൻ പാടില്ല, ഔലിയാക്കന്മാർ ഇടയിൽ വേണം എന്നൊക്കെയല്ലേ ന്യായീകരണങ്ങൾ? അതെ, ഈ സാധുക്കൾ നാളെ പരലോകത്തോട് പറയാ, റബ്ബേ, ഞങ്ങൾ മോശക്കാരായ ആളുകളൊന്നുമല്ല വിളിച്ചത്, ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചത് ഇതായി നിൽക്കുന്ന ആളുകളെയാണ്. ഫഅൽഖൗ ഇലൈഹിമുൽ ഖൗൽ ഇന്നകും ലകാദിബൂൻ. അപ്പൊ അവര് പറയും, ആര് പറയും? ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവർ പറയും, ഇന്നകും ലകാദിബൂൻ, നിങ്ങൾ കളവാ പറഞ്ഞത്, ഞങ്ങളെ വിളിച്ചിട്ടില്ല നിങ്ങള്. അവിടെ രക്ഷല്ലാന്നർത്ഥം. വല്ലാനിലത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാ ഉത്തരം ചെയ്യുന്നാണെന്നോവർ എന്ന് പറഞ്ഞുകൊണ്ട് മുഹയ്യദ്ദീൻ മാല പാടുകയും പാടിപ്പിക്കുകയും ആ ശുർക്കൻ വിശ്വാസം ജനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇപ്പൊ നമ്മൾ ഉള്ളത്. അതിനായി പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. നോക്കി, ഈ ആളുകൾ പറയാ, ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് അവർ പറയുന്നു, അവർ പറഞ്ഞ വാക്കിനെ മറുപടിയായി ഇട്ടുകൊടുക്കും ഇവർക്ക്. എന്താ മറുപടി? ഇന്നകും ലകാദിബൂൻ, നിങ്ങൾ പറഞ്ഞത് കളവാണ്, നിങ്ങൾ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥന കേട്ടു എന്നാണോ? അല്ല, കേൾക്കുകയില്ല. അത് അല്ലാഹു തആല പഠിപ്പിച്ചത്.
അപ്പൊ ഞങ്ങളെ ആരും വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അന്ന് എല്ലാ സമർപ്പണങ്ങളും അള്ളാഹുവിലേക്ക് ഇട്ടുകൊടുക്കും. ഇവിടെ സമർപ്പണങ്ങൾ പലരിലുമായിരുന്നു. അവിടെ ആ ആളുകൾ കൈയൊഴിയുമ്പോൾ അപ്പ റബ്ബിലേക്ക് എല്ലാം സമർപ്പിക്കും. അവർ കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്ന പലതും ഉണ്ടായിരുന്നു, അതെല്ലാം പരലോകത്ത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. ഇതാണ് പരലോകത്തെ അവസ്ഥ. ആരെ വിളിച്ച് പ്രാർത്ഥിച്ചോ അവൻ ഒഴിഞ്ഞു മാറുന്ന രംഗം അവസാനിച്ചില്ല. സൂറത്തുൽ യൂനുസ് 28 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. അന്ന് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അല്ലാഹു തആല പറയാം, ثم نقول للذين أشركوا مكانكم أنتم